പട്ടാപ്പകൽ രാവിലെ 8:30 മണി പെരിന്താനി പോസ്റ്റ് ഓഫീസിന് സമീപമുള്ള ഷിനിയുടെ വീട്ടിലേക്ക് മുഖം മറച്ച് ഒരു സ്ത്രീ എത്തി. കൊറിയർ നൽകാനുണ്ടെന്ന് അറിയിച്ചു. കൊറിയർ പരിശോധിക്കുന്നതിനിടെ ഷിനിക്കു നേരെ വെടിയുതിർത്തു. അവരൊപ്പിടാനിങ്ങനെ ശകലം ആഞ്ഞതും ഇവിടുന്ന് ഇങ്ങനെ എടുത്തിട്ട് വെടിവെച്ചു. വെടിവെക്കുന്നത് തടയാനും തക്കവണ്ണം കൈ പൊക്കി. ഏതായാലും ഉടൻ കയ്യിൽ വെടിയുണ്ട്. അതിൻ്റെ കൂടെ 2 വെടി സൈഡിലോട്ട് താഴെ ടിപ്പ് എന്ന് 2 വെടി വെച്ചു. ഷിനിയെ വെടിവെച്ച ശേഷം പ്രതി ഈ വീട്ടിൽ നിന്നും ഇതുവഴി ഇറങ്ങി ഓടി. കുറച്ച് അകലെ ഉണ്ടായിരുന്ന വാഹനത്തിൽ കയറിയാണ് രക്ഷപ്പെട്ടത്. വീട്ടുകാർ പറയുന്നതനുസരിച്ച് മൊത്തം എല്ലാം കവർ ചെയ്തിട്ടായിരുന്നു. ഓൺലി കണ്ണ് മാത്രം കാണാനുണ്ട്. ദേ ആർ സസ്പെക്ടിങ് മേ ബി ലേഡിയാണ്. അത് നമ്മൾ അന്വേഷിച്ചത് മാത്രം പറയാം. വ്യാജ നമ്പർ പ്ലേറ്റ് പതിച്ച കാറിലാണ് അക്രമികൾ എത്തിയത്. പോലീസിന് അന്വേഷണത്തിൽ ലഭിച്ച KL20G1155 എന്ന നമ്പറിലുള്ള വാഹനം ആര്യനാട് സ്വദേശിയുടേതാണ്. റഹീന ബീഗവുമായി മാതൃഭൂമി ന്യൂസ് ഫോണിൽ സംസാരിച്ചു. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ അന്വേഷിച്ചപ്പോ വണ്ടിയുടെ നമ്പർ ഇങ്ങനെ വിവരം നമ്മളെ സ്വിഫ്റ്റ് ആണ്, വൈറ്റ് ആണ് അതിന്റെ കളറ്. നമ്മള് ഒരാഴ്ചക്ക് മുന്നേ 15-ാം തീയതി കൊടുക്കുകയും ചെയ്തു, വിൽക്കുകയും ചെയ്തു. അത് കോഴിക്കോട്ടേക്കാണ് കൊടുത്തല്ലേ? കോഴിക്കോടാണ് കൊണ്ടുപോയി. അവരും ഒരു കച്ചവട പാർട്ടിയാണ് കൊണ്ടുപോയത്. അവരും കച്ചവടം ചെയ്തു. ആക്രമണത്തിന് ശേഷം സിനിയുമായി അയൽവാസികൾ നേരെ എത്തിയത് കിംസ് സ്വകാര്യ ആശുപത്രിയിലേക്കാണ്. ആശുപത്രിയിൽ എത്തുന്ന ഓരോ സമയത്തും സിനി പറഞ്ഞത് തനിക്ക് എന്തുകൊണ്ട് ഈ അപകടമുണ്ടായി, തന്നെ എന്തിനു ആക്രമിച്ചു എന്ന ആശങ്കയാണ് സിനി പങ്കുവെച്ചത്. കൈപ്പത്തിക്ക് ഇവിടെ ആയിട്ട് എക്സ്റേ എടുത്തപ്പോൾ അതിലെ പെല്ലറ്റ് അകത്തുണ്ട്. ആളെ വ്യക്തമായിട്ട് കാണാൻ ഒരു ഫെയർ, ഒരു നല്ല വലിപ്പമുള്ള ഒരു പെൺകുട്ടിയാണെന്ന് തോന്നുന്നു. ജീൻസും ടോപ്പുമാണ് ഇട്ടിരുന്നത്. അത്രയും നമുക്ക് ഫോട്ടോ ഉണ്ടായിരുന്നു. CCTV ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ആ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചാകും ഇനി അന്വേഷണം മുന്നോട്ട് പോവുക. ടീം മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.